മാധു, ഈ അമ്പലമുക്ക് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതുകൂടാതെ ഈ പ്രതിയെ സംബന്ധിച്ച് 7 റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ജില്ലാ കളക്ടറുടെയും സൈക്കാട്രിസ്റ്റിന്റെയും തമിഴ്നാട് ജില്ലാ കളക്ടർ, കന്യാകുമാരി ജില്ലാ കളക്ടർ അടക്കമുള്ള റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിയെ സംബന്ധിച്ച് വിവിധ വശങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതിയെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 21-ാം തീയതി ഈ കേസ് പരിഗണിക്കും. 21-ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ 7 റിപ്പോർട്ടും ലഭിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ശിക്ഷ പറയാൻ ഒരു ദിവസമാണ് മാറ്റിവെക്കുന്നത്. പക്ഷേ ഈ കേസിൽ വീണ്ടും ആ കേസ് ഒന്നുകൂടി കോടതി പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ അന്ന് ഈ 7 റിപ്പോർട്ടുകൾ അത് കോടതി പരിഗണിച്ച ശേഷം അതിൽ വാദം കേട്ട ശേഷമാകും ശിക്ഷാവിധിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക. ഒരുപക്ഷെ അന്ന് തന്നെ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ആ ശിക്ഷാവിധി മാറ്റിവെച്ചേക്കാം. ഏതായാലും രാജേന്ദ്രൻ എന്ന് പറയുന്ന കോടതിക്ക് മുന്നിലെത്തിയ പ്രതിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ റിപ്പോർട്ടുകൾ തേടുക? അത് അനന്തം പറഞ്ഞതുപോലെ തന്നെ ചില കേസുകളിലെ വിധി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം വിധി പറയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം കോടതി ഇങ്ങനെ വീണ്ടും ഒരു കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നത്? പ്രതീക്ഷ, രാജേന്ദ്രനെ സംബന്ധിച്ച് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പ്രതിയാണ്. ഒരു പക്ഷേ നമ്മൾ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഈ ചെന്താമരയൊക്കെ പോലെ അതിക്രൂരനായ ഒരു കൊലയാളി എന്ന് തന്നെ പറയാം. കാരണം അയാളെ ഈ അമ്പലമുക്ക് കൊലക്കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് പിടികൂടുമ്പോൾ പിടികൂടി അയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് അയാളുടെ പശ്ചാത്തലം, അയാൾക്ക് മുൻപുണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം പോലീസിന് മനസ്സിലാകുന്നത്. അയാൾ നേരത്തെ തമിഴ്നാട്ടിൽ ഒരു കസ്റ്റംസ് ഓഫീസറെ അടക്കം ഒരു കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും മകളെയും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു. അയാൾ അവിടെ നിന്ന് ശിക്ഷ വന്ന ശേഷം പരോളിലിറങ്ങി മുങ്ങി തിരുവനന്തപുരത്തെത്തി ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ചെയ്യുന്നതിനിടെയാണ് അമ്പലമുക്കിൽ വിനീത എന്ന ഒരു നിർധനയായ വീട്ടിലെ യുവതിയെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ 4 കൊലപാതകങ്ങൾ ഇപ്പോൾ അയാളുടെ പേരിലുണ്ട്. 4ാമത്തെ കൊലപാതകമാണ് വിനീതയുടേതെന്ന് അന്ന് സിറ്റി പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിയുടെ സ്വഭാവം, അയാളുടെ മുൻ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇയാളുടെ ശിക്ഷാവിധി സംബന്ധിച്ച് ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കുന്നത്. ആ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച ശേഷം ശിക്ഷാവിധിയിലേക്ക് പോകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 21-ന് ക്രിമിനൽ സ്വഭാവം, ക്രിമിനൽ പശ്ചാത്തലം, ഈ കൊലപാതകങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ വിസ്താരവേളയിൽ സ്വാഭാവികമായും കോടതിയുടെ മുന്നിൽ എത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ കോടതി വിശദമായ വാദമാണ് ഈ കേസിൽ കേട്ടത്. അപ്പോൾ ഇയാളുടെ രീതികൾ സംബന്ധിച്ചുമൊക്കെ വാദങ്ങളിൽ അഭിഭാഷകർ പ്രതിപാദിച്ചിരുന്നു. എം സലാഹുദ്ദീനാണ് ഈ കേസിന്റെ പ്രോസിക്യൂട്ടറായി കോടതിയിൽ ഹാജരായത്. ഈ വിനിത കൊലക്കേസിന്റെ ഒരു പ്രത്യേകത, ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. അന്ന് ഈ കൊലപാതകം അറിയുമ്പോൾ, ഇങ്ങനൊരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് പുറത്തറിയുമ്പോൾ പോലീസ് പകച്ചുപോയിരുന്നു. മാത്രമല്ല ഈ കൊലയാളി ആരാണ് എന്ന് ആദ്യം ഒരു തിട്ടവും ഉണ്ടായിരുന്നില്ല. പിന്നീട് നൂറുകണക്കിന് CCTV ദൃശ്യങ്ങൾ, നഗരത്തിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു വ്യക്തിയിലേക്ക് എത്തുകയും അയാളുടെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് അയാൾ എവിടെയാണ് കഴിയുന്നത് എന്നൊക്കെ പോലീസ് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഈ കൊലയാളി ഒരു നിഷ്ഠൂരനായ തുടർ കൊലയാളിയാണ്, ഒരു സീരിയൽ കില്ലറാണ് എന്ന വിവരം പോലീസിന് വ്യക്തമാവുകയും ചെയ്യുന്നത്. അക്കാര്യങ്ങളെല്ലാം കോടതിയുടെ ബോധ്യത്തിൽ പെടുത്തിയിരുന്നു. ഇപ്പോൾ സൈക്കാട്രിസ്റ്റിന്റെ അടക്കം റിപ്പോർട്ട് കോടതി പരിശോധിക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ അടക്കം ശിക്ഷാവിധിക്ക് മുൻപ് കോടതി പരിശോധിക്കാൻ പോകുന്നു എന്ന നിഗമനത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇപ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണ് കോടതി ആവശ്യപ്പെടുന്നത്? പരമാവധി ശിക്ഷയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ പ്രതിയുടെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ 4ാമത്തെ ഒരു ക്രൈമിലേക്ക്, കുറ്റകൃത്യത്തിലേക്ക്, മർഡറിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുക എന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കാം ഇനി ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി? 7 റിപ്പോർട്ടുകൾ എന്നാണ് പറയപ്പെടുന്നത്. അതിൽ മാനസികാവസ്ഥ എന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നേരത്തെ അനന്തൻ പറഞ്ഞല്ലോ, വല്ലാത്തൊരു പ്രതിയാണ്, ഈ പ്രകൃതം ഇദ്ദേഹത്തിൻ്റെതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ പ്രസക്തി എത്രത്തോളം ആയിരിക്കും കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ? ഗൗരവമായ ശിക്ഷ, അതായത് പരമാവധി ശിക്ഷ വേണം എന്നുള്ളതാണ് കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതിനൊപ്പം തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ശിക്ഷാവിധി സംബന്ധിച്ച് തുടർവാദത്തിലും പ്രോസിക്യൂഷനും പരമാവധി ശിക്ഷ ആവശ്യപ്പെടും എന്നുള്ളതാണ് അഭിഭാഷകരും നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം 21-ാം തീയതി നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കോടതി ഈ പ്രതിയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പലവിധ ഘടകങ്ങൾ പരിശോധിക്കാൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ പോലീസ് കുറേയധികം ബുദ്ധിമുട്ടിയിരുന്നു. കാരണം
ഇയാളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിക്ക് മലയാളം ഒട്ടും അറിയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. അങ്ങനെ ദ്വിഭാഷയെ ഉപയോഗിച്ചിട്ടാണ് ഈ വിചാരണ പൂർത്തിയാക്കിയത്. അതിനൊപ്പം തന്നെ പ്രതിഭാഗം മുന്നോട്ട് വെച്ച വാദം ഈ പ്രതി കൊലപാതകം ചെയ്തിട്ടില്ല, ഇയാൾ ആ സമയത്ത് അവിടെ എത്തിയില്ല. അതിനൊപ്പം തന്നെ കണ്ടെടുത്ത കത്തി ഈ വിധിയുടെ ആദ്യഘട്ട വിവരങ്ങൾ നൽകിയത്. ആദ്യഘട്ട വിവരം വരുമ്പോൾ പ്രതി കുറ്റക്കാരൻ തന്നെ എന്നാണ് കോടതി വിധിക്കുന്നത്.